99% ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല നമ്മുടെ ഫോണിലെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് റിയാക്ഷൻ അടക്കം ചിത്രീകരിക്കാൻ സാധിക്കും. അതായത് ഫ്രണ്ട് ക്യാമറയിലൂടെ നമ്മളെയും കാണിച്ചു കൊടുക്കാം, ബാക്ക് ക്യാമറയിലൂടെ നമ്മുടെ പ്രദേശം കാണിച്ച് നമുക്ക് വിശദീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എല്ലാ മൊബൈൽ ഫോണുകളിലും ലഭ്യമല്ല. ക്യാമറ സെറ്റിംഗ്സിനകത്ത് ഞാൻ പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിച്ച് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ഒരു ഓപ്ഷൻ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം ഞാൻ പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് നോക്ക്. ഇല്ല എങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അത് വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നിങ്ങളുടെ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഈ താഴെയുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിങ്ങ് ഏറ്റവും അവസാനം പോയാൽ നിങ്ങൾക്ക് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ഉണ്ട്. ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് ഡ്യുവൽ വ്യൂ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഉള്ളത്. ചിലതിൽ ഡ്യുവൽ ക്യാമറ, അങ്ങനെ പല പേരിലും വരും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഓപ്ഷൻ കാണുന്നില്ലെങ്കിലും പ്രശ്നമല്ല, ആപ്ലിക്കേഷനിലൂടെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം ആ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം എൻ്റെ രണ്ട് ക്യാമറയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. താഴെ ടേബിൾ ഉള്ളത് കൊണ്ടാണ് ബ്ലാക്ക് സ്ക്രീൻ ആകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഉയർത്തി കാണിച്ചു തന്നത്. ഓക്കെ, ഇതുപോലെ രണ്ട് ക്യാമറയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ മോഡ് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിലെ ദൃശ്യം സർക്കിൾ ആവുകയും മെയിൻ ദൃശ്യത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയാണ് പ്രാധാന്യം വേണ്ടതെങ്കിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ പ്രാധാന്യവുമാവും, മറ്റേതൊരു സർക്കിളിലേക്കും പോകും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മോഡ് മാറും. അത് സ്ക്വയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മുകളിൽ കാണുന്ന ആ ദൃശ്യം സ്ക്വയർ ആയിട്ടുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് രണ്ട് ക്യാമറ ഉപയോഗിച്ച് വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങളുടെ ഫോണിൽ ഡുവൽ ക്യാമറ പ്രവർത്തിക്കാനുള്ള ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയത്ത് ഒരു ക്യാമറ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, മറ്റൊരു ക്യാമറ ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഡുവൽ ക്യാമറ പ്രവർത്തിക്കാനുള്ള ഹാർഡ്വെയർ ഉണ്ടോ എന്ന് ആദ്യം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് പരീക്ഷിച്ച് നോക്ക്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ പെർമിഷൻ ചോദിക്കും. ചോദിക്കുന്ന പെർമിഷൻ അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആയി വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് മെയിൻ ക്യാമറയായിട്ട് ഫ്രണ്ട് ക്യാമറയാണ് ഉണ്ടാകുക. ക്യാമറ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷനിൽ മുകളിൽ ബാക്ക് ക്യാമറ കാണിക്കുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഫ്രണ്ടും ബാക്ക് ക്യാമറയായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് രണ്ട് ക്യാമറയും ഒരുമിച്ച് പ്രവർത്തിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ക്യാമറ ബ്ലാക്കും ഒരു ക്യാമറ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഡുവൽ ക്യാമറ വർക്ക് ചെയ്യാനുള്ള ഹാർഡ്വെയർ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഡുവൽ ക്യാമറ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.